ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഗൂഗിൾ ക്വിസസ് ഉപയോഗിച്ച് എങ്ങനെയാണ് പരീക്ഷകൾ ഓൺലൈനായി സെറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. ആ സമയത്ത് ഉയർന്നു വന്ന കുറേയേറെ ചോദ്യങ്ങളുണ്ട്. ഒരാൾ സെറ്റ് ചെയ്ത ചോദ്യങ്ങൾ എങ്ങനെ വേറൊരാൾക്ക് വേറൊരു ക്ലാസ്സിൽ ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഒരാൾ സെറ്റ് ചെയ്ത പരീക്ഷയുടെ ലിങ്ക് വേറൊരാൾ അതേപോലെ അയക്കുകയാണെങ്കിൽ ആ പരീക്ഷയുടെ റെസ്പോൺസസ് സ്വാഭാവികമായും ആദ്യം അത് സെറ്റ് ചെയ്ത ആളുടെ അക്കൗണ്ടിലേക്കാണ് വരിക. അപ്പോൾ അത് സെറ്റ് ചെയ്ത ആൾക്കോ അതുപോലെ തന്നെ അയച്ച ആൾക്കോ ഉപകാരപ്പെടില്ല. മാത്രവുമല്ല, അത് സെറ്റ് ചെയ്ത ആൾക്ക് ഉപദ്രവമായി തീരുകയും ചെയ്യും. അയാളുടെ അക്കൗണ്ടിലേക്ക് അയാൾക്കറിയാത്ത കുട്ടികളുടെ ഒക്കെ തന്നെ റെസ്പോൺസ് വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരാൾ സെറ്റ് ചെയ്ത് വെച്ച പരീക്ഷ എങ്ങനെ വേറൊരാൾക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിനായി നമ്മൾ ആദ്യം തന്നെ ഗൂഗിൾ ഡ്രൈവ് തുറക്കണം. ഗൂഗിൾ ഡ്രൈവ് തുറക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോംസ് തന്നെ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ഗൂഗിൾ ഫോംസ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തുറക്കാവുന്നതാണ്. നമ്മൾ ചെയ്തു വെച്ച പരീക്ഷകൾ ഗൂഗിൾ ഫോംസ് തുറക്കുമ്പോൾ അതിനകത്ത് കാണാം. ഇനി അതല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് തുറന്ന് കാണുകയും ചെയ്യാം. എന്തായാലും നമ്മൾ ഗൂഗിളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ പേജിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകുന്നത് നമുക്കറിയാം. ഇവിടെയുള്ള ഈ 9 ഡോട്ട്സ് കാണാം. ഇത് ഗൂഗിൾ ടൂൾസിൻ്റെ അടയാളമാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് കാണാം. ഈ ഗൂഗിൾ ഡ്രൈവിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഗൂഗിൾ ഡ്രൈവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ച അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഗൂഗിൾ ഫോംസും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമുക്ക് വന്ന ഗൂഗിൾ ഡ്രൈവിലേക്ക് വന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഇനി മറ്റൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ ഗൂഗിൾ ഫോംസ് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗൂഗിൾ ഫോംസ് ഫ്രീ ഓൺലൈൻ സർവേ എന്ന് വരും. അത് തുറന്നു കഴിഞ്ഞ് ഇവിടെ ഗൂഗിൾ ഫോംസ് പേഴ്സണൽ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇത് തുറക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലാണുള്ളതെങ്കിൽ നമ്മുടെ അക്കൗണ്ട് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് എല്ലാ ഫോമുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ സുഹൃത്തിന് കൈമാറേണ്ടുന്ന ഫോം ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഉദാഹരണമായിട്ട് ഈ ഫോമാണ് എനിക്ക് സുഹൃത്തിന് കൈമാറേണ്ടത്. അപ്പോൾ അതൊന്ന് തുറക്കുക. ഈ ഫോം തുറക്കുക. എന്നിട്ടിത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണുള്ളതെന്ന് ഉറപ്പ് വരുത്തുക. റെസ്പോൺസ് വേണ്ട, റെസ്പോൺസ് അയക്കേണ്ടതില്ല. ക്വസ്റ്റ്യൻസ് എന്ന ഫോമിലേക്ക് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇതിനെ നമ്മൾ ഇവിടെ നിന്ന് സെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ നമുക്കറിയാം, സെൻഡ് ചെയ്യാം. അപ്പോൾ അത് സെൻഡ് വയ ഇമെയിൽ കാണാം. അപ്പോൾ നമുക്കവിടെ ടു ആർക്കാണ് അയക്കേണ്ടത്, അവരുടെ ഇമെയിൽ അഡ്രസ്സ് നമുക്കറിയാം. അതിവിടെ അടിച്ചു കൊടുക്കുക. അത് അടിക്കുമ്പോൾ തന്നെ ഇമെയിൽ അഡ്രസ്സുകൾ നമ്മൾ ഇമെയിൽ ചെയ്തിരിക്കുന്ന അഡ്രസ്സുകൾ മുഴുവൻ ഇതിൻ്റെ താഴത്തേക്ക് വരും. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട ഇമെയിൽ അഡ്രസ്സ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിവിടെ സെൻഡ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ ഇമെയിലിലേക്ക് ഈ ഫോം പോയിട്ടുണ്ടാവും. അപ്പോൾ ആ സുഹൃത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മെയിൽ തുറക്കുക. മെയിൽ തുറക്കുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഈ മെയിൽ വന്ന് കിടക്കുന്നത് കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ, ഈ മെയിലാണ് വന്നിരിക്കുന്നത്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ തുറന്നു വരും. ഇത് തുറന്നാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി നമുക്ക് ഇത് തുറന്നതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പോയ ഗൂഗിൾ ഡ്രൈവിൽ പോയി കഴിഞ്ഞാൽ ഇത് റീസെൻറ്റ് ഫോംസിൻ്റെ അകത്ത് വന്ന് കിടക്കും, നമ്മളുടെ ഡ്രൈവിൻ്റെ അകത്ത് വന്ന് കിടക്കും. അപ്പോൾ നമ്മൾ
മെയിലിൽ നിന്നും തുറക്കുന്ന എല്ലാ ഫോമുകളും ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കും. കാരണം ഡ്രൈവ് നയച്ച സാധനങ്ങൾ ഡ്രൈവിലേക്ക് വന്ന് കിടക്കും സ്വാഭാവികമായിട്ടും. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് അയക്കാൻ കഴിയില്ല. ഇങ്ങനെ തന്നെ അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റെസ്പോൺസ് മുഴുവൻ മുമ്പ് ഇത് ഉണ്ടാക്കിയ ആളുടെ മെയിലിലേക്കാണ് പോവുക. അപ്പോൾ നമുക്ക് വരേണ്ടത് നമ്മുടെ മെയിലിലേക്ക് ഇതിൻ്റെ റെസ്പോൺസ് വരണം. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലാസ്സിൻ്റെ റെസ്പോൺസ് മുഴുവൻ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരണം, നമ്മളുടെ ഗൂഗിൾ ഡ്രൈവിലേക്കൊക്കെ വരണം. അപ്പോൾ ഇത് നമ്മുടേതാക്കി മാറ്റണം. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഗൂഗിൾ ഫോംസ് നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതാണ്, പുതിയൊരു ഫോം ഉണ്ടാക്കുന്നു. പുതിയൊരു ഫോം ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ഇവിടെ ഒരു പ്ലസ് ചിഹ്നമുണ്ട്. ആ പ്ലസ് ചിഹ്നത്തിൽ ബ്ലാങ്ക് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പേജ് വരും. നമുക്കറിയാം, അത് നമ്മൾ ആദ്യം അതിൻ്റെ അകത്ത് ചെയ്യുന്നത് സെറ്റിങ്സ് പോയിട്ട് അത് ക്വിസസ് ആക്കി മാറ്റുന്നു, എന്നിട്ട് സേവ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ ചോദ്യങ്ങളായിട്ട് ഇവിടെ ചെയ്യാണ് സാധാരണ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അതല്ല. ഇതിൻ്റെ സൈഡിൽ ഉള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആഡ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ട് ക്വസ്റ്റ്യൻസ്, ആഡ് ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറയുന്ന കുറേ ഓപ്ഷൻ ഉണ്ട്. ഇത് ചില ആളുകൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, മൊബൈലിൽ ഈ ഒരു ഓപ്ഷൻസ് കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ മൊബൈലിൽ ഇങ്ങനെ സൈഡിലല്ല ഈ ഓപ്ഷൻസ് ഉണ്ടാവുക, നിങ്ങളുടെ ഫോണിൻ്റെ താഴെയാണ് ഈ ഓപ്ഷൻസ് കാണുക. അപ്പോൾ ഫോണിൻ്റെ ഓരോ ഭാഗത്തും, അതായത് ലാപ്ടോപ്പിലും ഫോണിലും വേറെ വേറെ സെറ്റിങ്സ് ആയിരിക്കും. പക്ഷേ എല്ലാ ഓപ്ഷൻസും അതിനകത്ത് അവൈലബിൾ ആണ്, മൊബൈൽ ഫോണിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതൊന്ന് കണ്ടെത്തേണ്ടുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഇതിനകത്ത് ഇമ്പോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചോദിക്കും എവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ ഫോംസും ഒന്നേറെ താഴത്തേക്ക് വരും. അതായത് നമ്മുടെ ഡ്രൈവിലുള്ള എല്ലാ ഫോമുകളും അതിൻ്റെ താഴത്തേക്ക് വരും. അപ്പോൾ നമുക്ക് വേണ്ടത് കോൺടാക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫോമാണ്. അപ്പോൾ ആ ഫോമിൻ്റെ പേരൊക്കെ നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ടാവുമല്ലോ. പേര് കൊടുത്തിട്ടായിരിക്കും അദ്ദേഹം നമുക്ക് അയച്ചു തന്നിട്ടുണ്ടാവുക. ഇനി അഥവാ പേര് കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് പേര് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്യുന്നു, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ സെലക്ട് ബട്ടൺ ഉണ്ട്. ആ സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സൈഡിലായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നിലായിട്ട് ആയിരിക്കും ചിലപ്പോൾ വരിക, അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിലായിട്ടായിരിക്കും വരിക. ഈ ചോദ്യങ്ങൾ മുഴുവൻ ഇങ്ങനെ വരും. ആ ഫോമിൻ്റെ അകത്തുള്ള മുഴുവൻ ചോദ്യങ്ങളും ഇവിടെ ഇങ്ങനെ വരും. അത് മുഴുവൻ നമുക്ക് വേണമെങ്കിൽ ഏറ്റവും മുകളിലത്തെ ചെക്ക് ബോക്സായ സെലക്ട് ഓൾ കൊടുക്കുക. അപ്പോൾ എല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത് കാണാം. ഇനിയിപ്പോൾ ഇതിനകത്ത് ചിലത് വേണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ മുഴുവൻ ചോദ്യങ്ങളും സെലക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിലായിട്ടുള്ള ഇമ്പോർട്ട് ക്വസ്റ്റ്യൻസ് 5 ചോദ്യങ്ങളുള്ളത്, അത് ഇമ്പോർട്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ള ഓപ്ഷൻ ആക്റ്റീവ് ആവുന്നതായി കാണാം. അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഇവിടത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ എല്ലാ ചോദ്യങ്ങളും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ചോദ്യം ഡബിളായി വരികയോ അല്ലെങ്കിൽ അതിൻ്റെ ലെറ്റേഴ്സ് ഇങ്ങനെ മാറിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നമ്മുടേതായി, നമ്മളുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് നമുക്ക് ഇനി ഇത് അയക്കാൻ പറ്റും. പൂർണ്ണമായും നമ്മുടേതായിട്ട് മാറി. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇനി നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ നമുക്ക് സ്കൂളിൻ്റെ പേര് അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇവിടെ വേറൊരു സ്കൂളിൻ്റെ പേരാണ്, അത് ഉണ്ടാക്കിയ ആളുടെ സ്കൂളിൻ്റെ പേരാണ് ഇവിടെ കാണുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ പേരാക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ പേരിനടുത്ത് ഇവിടെ അടിച്ചു കൊടുക്കുക, നമ്മുടെ സ്കൂളിൻ്റെ പേര് അടിച്ചു കൊടുക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷൻ മാറ്റണമോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെയുള്ള ഡിസ്ക്രിപ്ഷൻ ഭംഗിയായിട്ട് തോന്നില്ലെങ്കിൽ പുതിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ വെറുതെ കിടക്കുന്നുണ്ട്, അവിടെ എന്തെങ്കിലും ചെയ്യണോ, അങ്ങനെയെങ്കിൽ അത് ചെയ്യാം. ഇവിടെ നെയിം കാണുന്നുണ്ട്, അതിൽ അങ്ങനെ തന്നെ മതിയോ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, മുമ്പ് ചെയ്തയാൾ എന്തൊക്കെ ചെയ്തോ ആ ഫീച്ചേഴ്സ് മുഴുവൻ ഇതിനകത്ത് കാണാം. ഇതിപ്പോൾ സ്റ്റാർ ചെയ്ത ക്വസ്റ്റ്യനാണ്, നിർബന്ധമായിട്ടിത് നമുക്ക് പിന്നെ ആൻസർ ചെയ്യണം. ഇത് ആൻസർ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി അങ്ങനെയല്ല വേണ്ടതെന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ റിക്വയർഡ് ക്വസ്റ്റ്യൻസ് അത് ഒഴിവാക്കി കൊടുക്കാം. ഇനി ഈ നെയിം എന്നുള്ളത് മാറ്റണമെങ്കിൽ അത് വേറൊന്ന് മാറ്റാം.
ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതിനെ മാറ്റാം. അപ്പോൾ ഏത് രീതിയിലാണോ അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ അങ്ങനെ തന്നെ ഗൂഗിൾ ഫോംസ് ഇതിനകത്തേക്ക് വരും. അപ്പോൾ നമുക്ക് ചില ഉത്തരങ്ങൾ മാർക്ക് ചെയ്തത് മാറ്റണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ ആൻസർ സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് അത് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ചോയ്സ് മാറ്റണം. അപ്പോൾ ഏത് രീതിയിലും നമുക്കിത് മാറ്റാം. ചിത്രങ്ങൾ ചേർക്കണം, അങ്ങനെയാണെങ്കിൽ ചിത്രം ചേർത്തിട്ട് നമുക്ക് ആവശ്യമായ രീതിയിൽ ഈ ഫോമിനെ മാറ്റാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ വേറൊരാൾ സെറ്റ് ചെയ്ത ചോദ്യം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ സ്കൂളിലൊക്കെ പരീക്ഷ നടത്തുന്ന സമയത്ത് ഒരാൾ എല്ലാവരും ചോദ്യം അയച്ചു കൊടുക്കുക, ഒരാൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ലിങ്ക് എല്ലാ അധ്യാപകർക്കും അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരിതുപോലെ എടുത്തിട്ട് അവരുടേതാക്കി മാറ്റുക. അതിനെ അവരുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഇതിൻ്റെ ആൻസേഴ്സ് മുഴുവൻ വരും. അവർക്ക് അവരുടെ ക്ലാസ്സിനനുസരിച്ച് മാറ്റാം. അതുപോലെ തന്നെ ക്ലാസ് ആൻഡ് ഡിവിഷൻ, ഒരാൾ കൊടുത്തിരിക്കുന്നത് 10B 10Q എന്നാണെങ്കിൽ വേറൊരാൾക്ക് അതല്ല വേണ്ടി വരിക, 10C 10D എന്നായിരിക്കും. അപ്പോൾ അതങ്ങനെ മാറ്റാം. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം മുമ്പ് നമ്മൾ ചെയ്തതുപോലെ ഇവിടെ ഒരു സെൻഡ് ഓപ്ഷൻ ഉണ്ട്, അതിൽ സെൻഡ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ലിങ്ക് സെലക്ട് ചെയ്യുക, എന്നിട്ടത് ഷോർട്ടൺ ചെയ്യുക. എന്നിട്ട് ഇതിനെ കോപ്പി ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കാം. വാട്സാപ്പിലൂടെയോ മറ്റോ അയച്ചു കൊടുക്കാം. ഇന്നത്തെ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ഉപകാരപ്പെടുന്ന മറ്റ് ടിപ്പുകളുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.